ഇന്ന് പുറത്തു വന്ന IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCBയുടെ എക്കാലത്തെയും മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു വിരാട് കോഹ്ലി. എന്നാൽ കോഹ്ലി RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറി നിന്നു. പിന്നീട് ഡുപ്ലസി ആയിരുന്നു RCBയുടെ ക്യാപ്റ്റൻ. ഇപ്പോഴിതാ IPL 2024 കോഹ്ലി തന്നെ RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ട്. 39 വയസ്സുള്ള ഡുപ്ലസി ഈ വർഷത്തോടു കൂടി വിരമിക്കുമെന്നാണ് റിപ്പോർട്ട്. കോഹ്ലി വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുത്തേക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കോഹ്ലി വീണ്ടും RCBയുടെ ക്യാപ്റ്റനാവുന്നത് കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇഷാനെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരു വർഷത്തേക്ക് വിലക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വേൾഡ് കപ്പിന് ശേഷം ഇഷാൻ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ല. സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിലും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ട് ടെസ്റ്റിലും ഇഷാൻ കിഷനില്ല. താരത്തെ BCCI ഒഴിവാക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ ഇഷാനോട് BCCI കളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ താരം കളിക്കാൻ സമ്മതിച്ചില്ല. പകരം ഇഷാൻ ദുബായിൽ പോയിട്ട് പാർട്ടി നടത്തി ആഘോഷിക്കുകയായിരുന്നു. ധോണി അടക്കമുള്ള വലിയ പ്രമുഖർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനുവേണ്ടി ഇഷാൻ കിഷൻ മാറി നിന്നു. ഇത് BCCI ചൊടിപ്പിച്ചു. പിന്നീട് ദ്രാവിഡ് ഇഷാൻ കിഷനോട് രഞ്ജി ട്രോഫി കളിക്കാൻ ആവശ്യപ്പെട്ടു. ഫോം വീണ്ടെടുത്താൽ മാത്രമേ ഇന്ത്യൻ ടീമിൽ എടുക്കൂ എന്നാണ് ദ്രാവിഡ് പറഞ്ഞത്. എന്നാൽ ഇഷാൻ ദ്രാവിഡിന്റെ വാക്കും കേട്ടില്ല. ഇഷാൻ രഞ്ജി ട്രോഫിയും കളിച്ചില്ല. ഇഷാനെ BCCI ഒരു വർഷത്തേക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് വിലക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കോളടിച്ചത് സഞ്ജുവിന് തന്നെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. മുംബൈയുടെ കോച്ച് മാർക്ക് ബൗച്ചർ എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയാണ് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതെന്നാണ് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ മാർക്ക് ബൗച്ചർ പറഞ്ഞത്. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ ഭാര്യ. കോച്ചിന്റെ ഇന്റർവ്യൂയുടെ പോസ്റ്റിന് താഴെ രോഹിത്തിന്റെ ഭാര്യ ഋതിക ഇതെല്ലാം തെറ്റാണെന്ന കമന്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. രോഹിത്തും മുംബൈയും തമ്മിൽ തെറ്റിയെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. മുംബൈയുടെ കോച്ച് പറഞ്ഞത് മുഴുവനായിട്ടും തെറ്റാണെന്നാണ് രോഹിത്തിന്റെ ഭാര്യ പറയുന്നത്. രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസി മാറാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രോഹിത് ചെന്നൈയിലേക്ക് ചേക്കേറാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. രോഹിത് ശർമ്മയെ സപ്പോർട്ടാക്കിയിട്ട് ഒരു പോസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ രോഹിത് ശർമ്മയുടെ ഭാര്യ കമന്റ് ചെയ്തിട്ടുണ്ട്. IPL 2024 ആയിരിക്കും രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി കളിക്കുന്ന അവസാന സീസൺ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ IPL ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.